ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഇഞ്ചിക്കറി വിളമ്പി. അപ്പോൾ ആ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്ന ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു. ആ ഇഞ്ചിക്കറിയാണ് ഈ ഇഞ്ചിക്കറി. വേറൊരു ഇഞ്ചിക്കറി ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിക്കറി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. കുറച്ച് തേങ്ങയും ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് തേങ്ങ എടുത്താൽ മതി, അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിക്കത്തുമില്ല, കരിഞ്ഞു പോകത്തുമില്ല, കറക്റ്റ് പരുവത്തിലിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. എണ്ണയൊക്കെ വളരെ കുറച്ച് മതി, പക്ഷേ നന്നായിട്ട് അങ്ങോട്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായി എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരും. ഇളക്കിക്കൊണ്ടിരിക്കാം. അടിക്ക് പിടിക്കത്തൊന്നുമില്ല. നമ്മളൊരു ചെവിട് കട്ടിയുള്ള പാത്രം എടുക്കണമെന്നുള്ളൂ. സാധാരണ ചില ആൾക്കാരൊക്കെ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പേരിയൊക്കെ വറക്കുന്നവരൊക്കെ വറുത്തു പോരും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇത് ബ്രൗൺ കളറാക്കണം. പോലൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളറായിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ മുക്കാൽ ആയിട്ടുണ്ട്. ബാക്കി ഒരു ബ്രൗൺ കളറ് ഈ തേങ്ങയുടെ എല്ലാം കൂടെ ഇരുന്ന് വറുത്ത് റെഡി ആയിക്കോളും. പിന്നെ ഒരു 5 വറ്റൽമുളക് എടുത്തു. അത് ഞാൻ നന്നായിട്ട് കഴുകി. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു പൂപ്പൽ പോലൊക്കെ വരുമല്ലോ, എന്തുവായാലും കഴുകിയെടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് കഴുകി അതും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ അരയ്ക്കുമല്ലോ, വെള്ളം തൊടാതെ മിക്സിയിൽ അരയ്ക്കണം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇഞ്ചിക്കറി മാത്രം മതി ചോറ് കഴിക്കാൻ. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണവും അങ്ങനെയുള്ള വിശേഷം വരുമ്പോൾ ദിവസങ്ങളിലൊക്കെയാണ് ഈ പരിപ്പാണേലും പപ്പടവും ഇഞ്ചിക്കറി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം എന്നും എല്ലാവർക്കും ഓണം. ഇപ്പം എന്നാലും പട്ടിണി ഇല്ലാത്തതൊന്നുമല്ല, എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ട്, പാവങ്ങൾ. ഇഞ്ചിക്കറിയോടെ ടേസ്റ്റ് ഒന്നിനുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇഞ്ചിക്കറി, കൊഞ്ച് കറി, അതൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. 101 കറിക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്നില്ലയോ? എന്ന് തോന്നല്ലേ? അതെ. നമുക്കിത് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമേ ഇല്ല. തീ കുറച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ കറി അങ്ങോട്ട് ആയിക്കഴിയുമ്പോൾ എന്നാ ടേസ്റ്റാണ്. ഒരുപാട് ഇഞ്ചിക്കറിക്ക് ഒത്തിരി എരിയൊന്നും വേണ്ട. ആവശ്യത്തിന് എരി വേണം, എന്നാലും ഒരുപാട് എരിയുടെ ആവശ്യമില്ല. ഇതന്നേരം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല ഇഞ്ചി. അപ്പം ഇതിൻ്റെ കൂടെ കിടന്നിട്ട് അതൊരു കറക്റ്റ് പരുവായി കിട്ടും. നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പാത്രമാണ്. ഒരുപാട് പാത്രങ്ങളുണ്ടെങ്കിലും ചില പാത്രങ്ങൾ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട പാത്രങ്ങളില്ലയോ. അപ്പം മിക്കവാറും ഞാൻ ഈ പാത്രം എടുക്കും. അപ്പോൾ കുറേ ആൾക്കാർ വരെ വേറെ പാത്രമൊന്നും ഇല്ലയോ എന്ന് ചോദിക്കും. നമുക്ക് ചില ഡ്രസ്സുകൾ അങ്ങനെയുള്ള കുറേ പാത്രങ്ങളല്ല, എന്തായാലും വീട്ടിലുള്ള അമ്മമാരായാലും നമ്മളൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കും. വിരുന്നുകാർ വരുമ്പോഴേക്കും നല്ല പ്ലേറ്റൊക്കെ എടുക്കുന്നല്ലേ. ഞാനും അങ്ങനെയൊക്കെ തന്നെ. പാത്രം ഇല്ലാഞ്ഞിട്ടല്ല, എന്തോ ഇഷ്ടപ്പെട്ട കുറേ പാത്രങ്ങൾ. റൂട്ട് മാറിപ്പോന്നു. അപ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, വളരെ കുറച്ച് മല്ലിപ്പൊടി. അത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. പിന്നെ നമുക്കങ്ങ് ഓഫാക്കാം, കാരണം ആ ഒരു ചട്ടി ഇരുന്ന് നന്നായിട്ട് ഇതായി. അപ്പം ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം തൊടാതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചൂട്, ഭയങ്കര ചൂടായിട്ട് അരയ്ക്കല്ല, ചെറിയ ചൂടായിട്ട് അരയ്ക്കണം. അപ്പം പുതിയൊരു പാത്രം നിന്ന് എടുത്തിട്ട് കേട്ടോ, നിങ്ങളുടെ നിർദ്ദേശപ്രകാരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കടുക് വിട്ടു. പിന്നെ ഒരു 5-6 ഉലുവ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ചെറിയ സവാള ഉണ്ടായിരുന്നു, അതും ഒരു പച്ചമുളകും കൂടെ നന്നായിട്ട് അരിഞ്ഞു. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ആ പുളിയെല്ലാം നന്നായിട്ട് ആ പുളിയെല്ലാം നമുക്ക് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി അരയ്ക്കുമ്പോൾ ആവശ്യത്തിന് എത്രയാണ് പുളിയെന്ന് വെച്ചാൽ ആ പുളിയും കൂടെ എടുത്തങ്ങ് അരച്ചാൽ മതി. അപ്പം നന്നായിട്ട് പുളി അരഞ്ഞ് വരും. ഞാൻ ആ ഉള്ളിയും ഇട്ടിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വരണ്ട് കിട്ടും. പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളർ, ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട. അന്നേരം അരച്ചതിനകത്ത് ഞാൻ ആ പുളിവെള്ളം കൂടെ ചേർത്ത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കിട്ടും.
ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. നല്ല പുളിക്കാച്ചി ടേസ്റ്റ്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കായം വേണമെങ്കിൽ ഇടാം, ഞാൻ ഇതിന് കായം ഇട്ടില്ല. നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ട് തിളച്ച് വരും. ഇതാ കണ്ടോ, ഇത് വളരെ കുറച്ച് ഇതായത് കണ്ടോ. ശർക്കര ഇട്ടിട്ട്, ഞാൻ സാധാരണ പഞ്ചസാരയായിരുന്നു ഇടുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഇച്ചിരി ശർക്കര ഇടാം. ശർക്കര ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ്, പഞ്ചസാര ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ്. നന്നായിട്ട് തിളച്ചിതാ കണ്ടോ, പൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് വെക്കാത്തൊരു ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഒരു 3-4 ദിവസത്തേക്ക് ഇത് ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കണം, കാരണം മല്ലിപ്പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് ചിലപ്പം വളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഹൈപ്പ് ചെയ്ത് കൂടെ കൂട്ടിക്കും. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.